എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. നമ്മുടെ ഈ നേതാജി ക്ലബിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സ്തുതിർഹമാം വിധം ഒരു വർഷം ഞാനിന്ന് പിന്നിടുകയാണ്. സ്തുത്യർഹമാണോ കുംഭകോണമാണോ എന്ന് കണക്ക് നോക്കുമ്പോഴറിയാം അല്ലേ? ചില മാന്യന്മാർ മുൻപൂടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ നമ്മൾ കുറെ അനുഭവിച്ചതാണ്. നേതാജി ക്ലബ്ബ് തകരും എന്ന ഘട്ടം വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ സെക്രട്ടറി ആക്കി. നേതാജി ക്ലബ്ബ് ഇതാ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിക്കുമ്പോ മൂക്കൂത്തി വീഴാതിരുന്നാ മതി. ഇത് കണക്കുകളാണ്, സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ. നമ്മൾ പണി കഴിപ്പിച്ച മനോഹരമായ ഗസ്റ്റ് ഹൗസിന്റെ കണക്കുകളുടെ ആദ്യം നമുക്കൊന്ന് കണ്ണോടിക്കാം. ആദ്യം സിമന്റ്. സിമന്റ് കുംഭകോണം. അത് കുറുപ്പ് സാറേ, സെക്രട്ടറി കണക്ക് പറയട്ടെ പ്ലീസ്. സിമന്റ് വളരെ വില പിടിച്ചൊരു വസ്തുവാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. ഗസ്റ്റ് ഹൗസിന്റെ പണി നടക്കുന്ന കാലത്ത് സിമന്റ് എങ്ങും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞേയില്ല. പിന്നെ എന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഈ സിമന്റ് ഒപ്പിച്ചെടുത്തത്. 1000 ചാക്ക് സിമന്റിന് വെറും തുച്ഛമായ 1,40,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. അത് ലാഭമാണ്. എത്ര 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 പറയുമ്പോ കേൾക്കണം. പറഞ്ഞപ്പോ കേട്ടു. 1000 ചാക്ക് സിമന്റിന് 1,40,000 രൂപ പോലും. അപ്പൊ ഒരു ചാക്കിന് എത്ര? കണക്ക് കൂട്ടി നോക്കണം. കൂട്ടി നോക്കണം. തനി കൂട്ടിയാലെന്താ? ഞാൻ പറയുന്ന സാറേ, ഒരു ചാക്കിന് 140 രൂപ. ഒരു ചാക്ക് സിമന്റിന് 140 രൂപ. ക്ഷാമകാലമാണെന്ന് ഓർക്കണം. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. Dear members, I am secretary of this Netaji Club. Any member shouting is a very, very nonsense. You know, cement is a very costly material. Cement not at all costly. In India, lot of cement factories there. Where? There. Shankar Cement, AC Cement, BC Cement, INGC Cement, CIGC Cement, Tata Cement, Birla Cement, Tharavam Cement everywhere. This 140 rupees for one chunk of cement is cheating. He is cheating. Kallai. My dear members, you might receive CO. I know like it. Insult. You're an idiot. I'm not an idiot. Stupid. Me shut up. Shut up. I call you so I kill you. ഇല്ലടാ. ഓ ജൂലെ. നീ പോടാ നീ ജൂലെ. എവിടുന്ന് വന്നടാ? നീ എവിടുന്ന് വന്നടാ? നീ ആരടാ? എന്നെ മേടിച്ചോ. നീ എന്ത് ചെയ്യും? അറിയാ അവനെ. ഇവിടെ എന്താ എന്താ അത് എന്റെ അനുജൻ അവൻ ചത്തുപോന്ന് ഞാൻ വിചാരിച്ചു സാർ. എടോ, ഈ കണക്കില് തന്റെ അനിയ യഥാർത്ഥ ചത്തുപോയ തനി ലോ നശിപ്പിക്കില്ല. ഞാൻ അവനെ അത്ര കണ്ട് സ്നേഹിച്ചു പോയി സാർ. അവനെ കുറിച്ച് ആലോചിച്ചോണ്ട് വന്നപ്പോ ഞാൻ ഈ പരിസരം മറന്നുപോയി സാർ. ക്ഷമിക്കണം. കുറുപ്പ് സാധനം വല്ലതും പറ്റിയോ? ഒന്നും പറ്റില്ല. എടോ, എന്റെ ആർച്ച് വീക്കാൻ തനിക്കറിയില്ലേ? അതാ ചോദിച്ചത്, ഹാർട്ടിനൊന്നും പറ്റിയില്ലെന്ന്. ഇനിയെങ്കിലും താൻ പരിസരം മറക്കരുത്. എന്തായാലും നിലവിളി കേട്ടു. അത് ഞങ്ങൾ രണ്ടുപേരും കൂടാ കൂട്ടാ നിലവിളി എന്ന് പറയും. കഷ്ടം തന്നെ. സാറിന്റെ എന്റെ ലൈഫ് ആൻഡ് താഴെ നാശായി. ലൈഫ് ആൻഡ് ഡെത്ത്. അതെന്താ മോളെ സാധനം? എന്റെ അൾട്രാ മോഡേൺ പെയിന്റിംഗ് ശബ്ദം കേട്ടപ്പോ കോൺസെൻട്രേഷൻ പോയി. ഇത്തവണ 1ാം സമ്മാനം വാങ്ങിക്കാനുള്ളതാ. ലൈഫ് ആൻഡ് ഡെത്ത്. മോളെ, നീ സമ്മാനം വാങ്ങുന്നതിന് മുൻപ് എന്റെ ലൈഫ് ഇവിടെ ഡെത്തായേനെ. രണ്ടാളും കൂടി ഒച്ച വെച്ച് എന്റെ കോൺസെൻട്രേഷൻ കളയരുത്. പറഞ്ഞേക്കാം. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കുറുപ്പ് സാർ അറിയുന്നതിന് മരണവുമായി ഞാൻ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എന്റെ ചേട്ടൻ അഡ്വക്കേറ്റ് ദാമോദരനെ ഇങ്ങോട്ട് അയക്കാൻ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് സ്വന്തം അഡ്വക്കേറ്റിന്റെ അനുജൻ ഒപ്പ്. കഷ്ടം, അനുജന്റെ അസുഖം ഇതുവരെ വിട്ടുമാറിയില്ലല്ലോ. കളിയിട്ടിരിക്കാതിരിക്കും. എന്താ കൊച്ചു കുഞ്ഞുങ്ങളുടെ മാതിരി? എന്താ ഇത്? കരയായിരിക്കും. എന്താ അനിയന്റെ പേര്? അത് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്തിനെഴുതണം, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് അവൻ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അല്ല, യഥാർത്ഥത്തിൽ അവന്റെ പേരെന്താ? എനിക്ക് അവന്റെ പേരിൽ ഇപ്പോ ഗുരുവായൂരിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കാനാ. അതിനു വേണ്ടിയാ. ശിവൻ. പേര് ശിവൻ. വക്കീൽ ഒരു കാര്യം ചെയ്യും,
ഞാൻ കുറച്ച് രൂപ തരാം. തരാം. അത് ഉടനെ അവന്റെ അടുത്ത് എത്തിക്കൂ. ആ പിന്നെ വക്കീല് പുതിയൊരു വർത്തമാനം അറിഞ്ഞോ? നമ്മുടെ കള്ളൻ കൃഷ്ണക്കുറുപ്പിന്റെ മകളെ കല്യാണം കഴിക്കാൻ അമേരിക്കന്നൊരു ചെറുക്കം വന്നിരിക്കുന്നു. സായിപ്പ് ഇവിടുത്തെ ഒരു പന്ന പരട്ട സായിപ്പ്. എങ്കിൽ കുഴപ്പമില്ല, അവന് ഞാൻ തട്ടിക്കോളാം. കൊല്ലോ? കൊല്ലുകയൊന്നുമില്ല, അവനെ കെണി വെച്ച് പിടിച്ച് സാറിന്റെ കാലിൽ കൊണ്ടിട്ട് തരാം. അപ്പൊ എനിക്ക് സന്തോഷമായിട്ട് മിസ്റ്റർ ദാമോക്കിൽ കാറിൽ കയറൂ, ക്ലബിൽ പോ. അയ്യോ, ഞാൻ വരുന്നില്ല. അത് പറ്റില്ല. ക്ലബിലെ ഡിന്നറിന് കോമക്കുറിപ്പ് ഒരു സബോർഡിനേറ്റിന് കുളിച്ചെന്നില്ലേ, അത് നാണക്കട. ഞാൻ പിന്നെ വരാം. ഐ വാസ് വെയിറ്റിംഗ് യു. മിസ്റ്റർ ദാമോക്കിൽ വന്നേ വെച്ചു. വേണ്ടി വന്നാൽ ആ കള്ള കൃഷ്ണക്കുറിപ്പുമായി 5-6 ലോ പോയിന്റ് സംസാരിക്കണം. പിന്നെ സാർ പോയിക്കോളൂ, ഞാൻ പറയാൻ വന്നോളാം. നോ 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 നോ, നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. എന്നെയും കൊണ്ടേ പോകുന്ന നിർബന്ധമാണ്. അതെ, അത്രയോ ഉള്ളൂ. അത് ശരി. കൊറേ കാലായതാണ് കൊല്ലാൻ കൊണ്ടുപോകുന്നവരില്ലേ അവന്റെ നിലവിളി. അമ്പടാ ഇറങ്ങിപ്പോയ കൊന്നു ഞാൻ. പിന്നെ അവന് എന്നെ അമ്പടാ. അയ്യോ, ഞാൻ ചാവും ഇപ്പൊ. അയ്യോ അയ്യോ അയ്യോ, ആൾ മാറണേ, ബ്രേക്കില്ല സാർ, ബ്രേക്ക് വിടണം സാർ, ബ്രേക്ക് വിടണം സാർ. അയ്യോ സാർ, ബ്രേക്ക് പോയാലോ? അയ്യോ വണ്ടി വണ്ടി ബ്രേക്ക് മാറിക്കോ. ദാമോക്കിലേ എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. താനെവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. അയാള് തട്ടിപ്പോകുമെന്ന് കരുതി നമ്മൾ കാത്തിരുന്നാൽ നമ്മുടെ ആയുസ് വെറുതെ പാഴായി പോവുകയേ ഉള്ളൂ. അണ്ണൻ പറഞ്ഞതുപോലെ ഷോക്ക് കൊടുത്തു നോക്കി. കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയവൻ അണ്ണ അയാളുടെ ഹൃദയം അതേറ്റില്ല. കാറിന്റെ ബ്രേക്ക് അഴിച്ചു. ഞാൻ തട്ടിപ്പോയാൽ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. അണ്ണ വല്ല പാഷാണോ മരുന്ന് കൊടുത്ത ആളെ കൊല്ലണ്ണ. ഞാൻ പുറത്തിറങ്ങി നടക്കുന്നത് കണ്ടിട്ട് നിനക്ക് തീരെ സഹിക്കുന്നില്ലല്ലോടാ. ഇടാ, അതെല്ലാം അകത്തായി പോകുന്ന ഇടപാടാന്ന്. പിന്നെ വേറെ വഴിയുണ്ട്. വേറെ വഴിയുണ്ടെന്ന് കണ്ടാൽ തോന്നണം ആക്സിഡന്റ് ആണെന്ന്. അതിനിപ്പോ എന്താ ചെയ്യാനാ? ആ കോമക്കുറുപ്പിന്റെ വീട്ടിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന വിളക്കില്ലേ, ഷാൻലിയർ അത് തന്നെ. അതൊരു ദിവസം പൊട്ടി അയാളുടെ തലയിലൂടെ വീണാൽ അയാളുടെ കാറ്റ് പോയത് തന്നെ. അണ്ണാ അതിപ്പോ എങ്ങനെ വീഴും അണ്ണാ? വീണില്ലെങ്കിൽ വീഴ്ത്തണം. അതിപ്പോ നമ്മളെങ്ങനെ വീഴ്ത്തും അണ്ണാ? നമ്മൾ വീഴ്ത്തണമെന്ന്. അണ്ണന്റെ ഒരു ബുദ്ധി. സന്തോഷം കൊണ്ട് പിടിച്ചു പോയതല്ലേ അണ്ണാ? സന്തോഷം കൊണ്ട് മർമ്മത്താണോടാ കയറി പിടിക്കുന്നത്. നാളെ കൃത്യം 8 മണിക്ക് ഞാൻ ആ വിളക്ക് അറുത്തു വിടും. അയാളെ അതിന്റെ മൂട്ടിരുത്തുന്ന ജോലി നീ ഏറ്റോണം. ഏറ്റെണ്ണ ഏറ്റു. നാളെ രാത്രി 8 മണിക്ക് കോമക്കുറുപ്പ്. അടുത്ത ഞായറാഴ്ച സഞ്ചാന്യം. ഓക്കെ, കുറെ കാർഡ് നേരത്തെ വരണം അണ്ണ. ഒന്നുകൂടെ നേരെ നേട്ടെ സാർ. വക്കീലേ, പൂനെ നേരെ ഇരുന്നാട്ടെ സാർ. വക്കീലേ, ഇങ്ങോട്ട് നോക്ക്. എന്തിനാ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കണേ? എന്തിനാ? അത് ഞാൻ പറയില്ല. എനിക്ക് സാറിന്റെ ഒരു നല്ല ഫോട്ടോ വേണം. വേണോ? എന്നാ എടുത്തോളൂ. ഒരു മിനിറ്റ്. അയ്യോ, അത് മാറ്റരുത് മാറ്റരുത്. ഞാൻ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുക. ഇതോ? എഴുതാട്ടെ. എടുത്തോളൂ. ശരി. തല സ്വല്പം ഇങ്ങോട്ട് കയ്യിലായിട്ടിരുന്നാ മതി. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വീഴും. വീഴട്ടെ.
സാറിന്റെ ഒരു ഫോട്ടോ എല്ലാവരും ചെയ്ത് ക്ലബിന്റെ ചുവരിൽ തൂക്കണം. തങ്ങൾക്ക് മഹാനായ ഒരു മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നുവെന്ന് നേതാജി ക്ലബിലെ ഭാവി തലമുറ മനസ്സിലാക്കിക്കോട്ടെ. അത് കണ്ടിട്ട് കൃഷ്ണക്കുറുപ്പ് അസൂയപ്പെടണം. അപ്പോ അവനേക്കാൾ മുമ്പ് ഞാൻ ചാവുന്നതാ പറയണേ. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച കൃഷ്ണക്കുറുപ്പിന്റെ ഭാവി തലമുറ ഇങ്ങനെ. ഓ അങ്ങനെ. അയ്യോ, നേരെ വന്നു. ഞാനൊന്ന് ചിരിച്ചോട്ടെ. സന്തോഷം. അങ്ങനെ മോളെ ഇത് പിടിക്കൂ. എന്റെ മഹത്വം ചൂണ്ടിക്കാണിച്ച് എന്നെ ആദ്യമായി എനിക്ക് മനസ്സിലാക്കി തന്നത് ധാമു വക്കീലൻ. എന്റെ ശക്തിയാണ് ധാമു വക്കീൽ. വരൂ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. വരൂ. വേണ്ട സാർ, വേണ്ട. വേണം. അയ്യോ, ഇപ്പൊ ശരിയാവില്ല. വരൂ. അയ്യോ, വേണ്ട സാർ, പിന്നെ കിടക്കാം സാർ. വരൂ, അവിടെ ഇരിക്കൂ. ഒന്ന് കിടക്കണം. അയ്യോ സാർ, വേണ്ട സാർ. വേണം. നമുക്ക് സാറിന് ഒറ്റയ്ക്കുള്ള വേണ്ട. ഒറ്റയ്ക്ക് പറ്റില്ല. കിടപ്പിൽ തൂക്കാനാണ് സാർ. കിടപ്പിൽ തൂക്കാനുള്ള വേണ്ട സാർ, വേണ്ട. എന്താ പ്രേമം ഞാൻ പൗഡർ പോലും ഇട്ടില്ല. പൗഡർ ഞാൻ ഇട്ടിട്ടുണ്ടോ? തല കഴുകിയിട്ട് വരാം. ഞാൻ അറിയുന്നില്ല. തല കഴുകിയിട്ട് ഇപ്പൊ വരാം. അത് പറ്റില്ല. ഒരു മിനിറ്റ് വരാം. ഒരു അക്ഷരം പറയണ്ട. വക്കീലേ, എടോ താലത് രക്ഷിച്ചു. ദാമോദരനില്ലേ? ഇല്ല, മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ശിവൻ. ശിവനോ? വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. അല്ല, നമ്മൾ തമ്മില് ഇതിനു മുമ്പ് എവിടെ വെച്ചാ കണ്ടിട്ടുള്ളത്? ഞാൻ ശിവനെ ആദ്യമായിട്ട് കാണുകയാ. ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. സെറ്റപ്പ് കൊള്ളാം, പക്ഷേ എന്തോ ഒരു വശക്കേടില്ലേ? വക്കീലേ, ഇവിടെ ഓടും. താൻ തന്റെ അനിയനെ കണ്ടോ? ഞാൻ രണ്ടാഴ്ച ഇങ്ങോട്ട് പോരുന്നത്. വക്കീലേ, ഇത് കോടതിയല്ല, കള്ളം പറയും, മനസ്സിലായി? എന്റെ അമ്മച്ചിയാണ് സത്യം. ഞാൻ രണ്ടാഴ്ച പോരുന്നത്. കണ്ടിട്ട് എന്നിട്ട് എന്നിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. പിന്നെ കാശ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങ് പോന്നു. ശിവ, ശിവ, ഏത് ശിവൻ? പരമശിവൻ, നിന്റെ അനിയ ശിവൻ. ശിവൻ? എന്റെ അനിയ ഇവിടെ? ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ ചേട്ടാ. ചേട്ടാ, ഞാൻ നിന്റെ ചേട്ടന് ഏത് കോപ്പിൽ ഇറങ്ങാറില്ലേ? ചേട്ടാ, ചേട്ടനോട് പറയാതെ പോകുന്നുണ്ട്. ചേട്ടൻ എന്നോട് ദേഷ്യപ്പെടരുത് ചേട്ടാ. ഞാൻ ഇനി എങ്ങും പോകില്ല ചേട്ടാ. നമുക്ക് ഒരുമിച്ച് കഞ്ഞു കുടിച്ച് ഇവിടെ കിടക്കാം ചേട്ടാ. ചേട്ടാ, ഞാൻ നിന്റെ ചേട്ടനല്ല, നീ എന്റെ അനിയനല്ല. സ്വന്തം ചേട്ടനെ കാണാതായപ്പോ അനിയൻ അന്വേഷിച്ചു വന്നു. ഇനി താമ ഒരു അക്ഷരം വേണ്ടി പോകരുത്. എവിടെ പോയിരുന്നോ നീ? എടാ കള്ള, എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട് ചോദിക്കാണ്. അല്ല അല്ല അല്ല, നിന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് മനസ്സിലായില്ല. ചേട്ടാ, പത്രം, മുദ്രപത്രം, അഡ്വക്കേറ്റ്, വക്കീൽ കോട്ട്, എന്റെ ഹൃദ്രോഗം മറക്കരുത് ചേട്ടാ. ചേട്ടാ, മുദ്രപത്രം? അത് പിന്നെ ഡോക്ടർ പറഞ്ഞ് മുദ്രപത്രത്തെ എഴുതി കൊടുക്കണമെന്ന്. എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ. അല്ലേ ചേട്ടാ? എടാ, നീ എനിക്കൊരു പാലായിട്ട് ഇറങ്ങിയിരിക്കണം അല്ലേടാ? സ്വന്തം അനുജനോട് സ്നേഹം ഉണ്ടായിരുന്നെന്ന് വക്കീൽ വെറുതെ ഭാവിക്കായിരുന്നു അല്ലേ? എന്നിട്ട് കണ്ടു, ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞു. എന്റെ ചേട്ടനെ അടിക്കരുത്. അയ്യോ, അയ്യോ. സത്യം പറയണ റാസ്കൽ, നീ എവിടെയായിരുന്നു? ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. പറയാം. അവിടെ ചെന്നപ്പോൾ ഇവനെ കണ്ടില്ല. ഞാൻ ഒടുവിൽ നിരാശനായി ഇങ്ങി പോന്നു. കണ്ടില്ല എന്ന് പറഞ്ഞാൽ സാർ എന്നെ അടിച്ചു പുറത്താക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഈ അനുജന് മറ്റു മാർഗമില്ലാതായി പോയി ദാമുവേട്ട. ദേഷ്യപ്പെടരുത്. ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ചുളുവിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തുകിട്ടി. അതുകൊണ്ട് ഇനിയുള്ള ഓപ്പറേഷൻ ഇവിടെ ആകാം. വക്കീലേ, തൽക്കാലം ഇവനോടെ നിൽക്കട്ടെ. അയ്യോ, ചികിത്സയ്ക്കുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്യാം. ഒന്ന് വേഗം വരയ്ക്കണ. ഒരു സബ്ജക്റ്റ് ആലോചിക്കട്ടെ. ടേക്ക് യുവർ ഓൺ ടൈം ശിവൻ. സബ്ജക്റ്റ് ഞാൻ പറഞ്ഞുതരാം.
ഒരു തെണ്ടി കാര്യസാധ്യത്തിന് വേണ്ടി അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും വഞ്ചിക്കുന്നു. അവന്റെ കറുത്ത മനസ്സിന്റെ ചിത്രമാവട്ടെ. നിനക്കത് നന്നായിട്ട് വരയ്ക്കാനും കഴിയും. തന്നെത്താനങ്ങ് വരയ്ക്കാൻ മതി, ഞങ്ങായിരിക്കും. അരുണ പ്ലീസ്, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നിങ്ങൾ കുറച്ചേരം അങ്ങോട്ട് മാറി നിൽക്കൂ. ഓക്കെ, കമാൻ ദാമോട്ടാ. അത് വേണ്ട, എവന്റെ വരപ്പ് എനിക്കൊന്ന് കാണണം. രണ്ടാളും മാറി നിന്നാലേ ഞാൻ വരയ്ക്കൂ. സൃഷ്ടിയുടെ വേദന എന്തെന്ന് മരങ്ങോടന്മാർക്ക് അറിയാൻ കഴിയില്ല. പ്ലീസ് ദാമോട്ടാ, കം. വരാ വരാ. ഒരു ചിത്രകാരൻ വരയ്ക്ക്. നിന്റെ ചിത്രം കാണുമ്പോൾ അവള് നിന്നെ കാർക്കിച്ച് തുപ്പും. ഇതിന് ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ. സൃഷ്ടി കഴിഞ്ഞു, വരാം. അയ്യയ്യേ, എന്തോ നാടാ ഇത്? എന്തോന്ന് അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? ബൈ ശിവൻ അണ്ടകടാഹം. എന്തോ നാടാ ഇതിന്റെ അർത്ഥം? ഇതിന് പറ്റിയ പേര് പോക്കർ തരുന്ന. കണിയാനെ പിടിച്ച് തെങ്ങി കയറ്റിയ ഇതുപോലെ ഇരിക്കും. ഈ ചോപ്പുണ്ടോ? ഇതാണ് ഭൂമി. വിയറ്റ്നാമിലും ക്യൂബയിലും തെറിച്ചു വീണ മനുഷ്യരക്തം ഭൂമിയെ ചോപ്പിച്ചിരിക്കും. പച്ച, ഇതാണ് പ്രതീക്ഷ. കറുപ്പ് ആകാശം. ഈ കറുപ്പ് പൊല്യൂഷൻ കാരണം ആകാശം ഇരുണ്ടുകൂടിയിരിക്കുന്നതാണ് സങ്കല്പം. ഈ മഞ്ഞ എത്തായിരിക്കും. അതെ, അല്ല, മൗനം മൗനം. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത നിരാലംബരായ മനുഷ്യരുടെ നിശബ്ദമായ രോദനം. എന്തൊരു ഭാവന. മണ്ണാൻ കേട്ട എന്തെങ്കിലും തോന്നിയാസം കുത്തിവരച്ചിട്ട് മോഡേൺ ആക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലോ? ഇല്ല. മനസ്സിലാക്കി. ഇതാണ് മുദ്ര. മുദ്ര, കൈമുദ്ര. വണ്ടർഫുൾ ശിവൻ. ഇറ്റ്സ് വണ്ടർഫുൾ. ജീവിതമാണ് എന്റെ ചിത്രം, ചിത്രമാണ് എന്റെ ജീവിതം. എല്ലാം പോളയാണ്. എവറിത്തിങ് എംപ്റ്റി. ആ വീടും അവൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും 3 മാസത്തിനകം ഞാൻ ജപ്തി ചെയ്യും. അതോടെ കൃഷ്ണക്കുറുപ്പ് തെരുവാധാരമാകും. IPC 47 ഖണ്ഡികയിൽ പറയുന്ന മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ സാധുതയെ ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. സ്വത്താഗ്രഹിച്ചിട്ടൊന്നുമല്ല ഞാൻ ശോഭ കെട്ടുന്നത്. എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു 6 മാസം മുമ്പ് ഒരു ദുബായ്ക്കാരൻ ചെറുക്കനെ കൊണ്ട് തന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആ കൃഷ്ണക്കുറുപ്പ് ഒരു വിദ്യാനെ തന്റെ വീട്ടിൽ കുറെ കാലം താമസിപ്പിച്ചിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചില്ല എന്ന് മാത്രമല്ല, ആ പെണ്ണ് കുറെ കാലം ആശുപത്രിയിലായിരുന്നു. ബാക്കി കാര്യം ഞാൻ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു യച്ചി ബന്ധം വേണ്ടെന്ന് വെക്കുന്നതല്ലേ നല്ലത്? നമുക്ക് ആലോചിക്കാം. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നീ ഇവിടെ? അളിയ, നീ ഇവിടെ? എവിടെ? ഞാൻ ഇവിടെ അല്ലേ? ഹോട്ടലിൽ നിന്നൊക്കെ വിട്ടാ? ഹോട്ടൽ വിട്ടോ? അയ്യോ, വിട്ടോന്നല്ല, ഹോട്ടലിൽ വിറ്റോന്ന്. എന്റെ ഷെയറിൽ അച്ഛൻ നമുക്ക് തന്ന ഹോട്ടലില്ലേ, അത് വിറ്റോന്ന്. നീ അറിഞ്ഞില്ലേ? നല്ല എമൗണ്ട് കിട്ടി ഇല്ലേ? ഇല്ലേ ഏട്ടാ? അതല്ല അതല്ല പിന്നെ നീ ഇവിടുത്തെ പുതിയ ഡ്രൈവർ ആയിരിക്കും. അങ്കിൾ നല്ല രഹസ്യം ഡ്രൈവറാണ്, ഇവനെ വെച്ചാൽ മതി. എടോ, താനെന്തൊരു വിട്ടിട്ടാ പറയുന്നത്? എനിക്കറിയാം, ഡ്രൈവർ ശംഭു. അല്ല അല്ല ഞങ്ങൾ പണ്ട് ഒരുമിച്ച് പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് മാത്രമേ ഈ ടൊയോട്ടയും ബെൻസും ഇമ്പാലയൊക്കെ ഉള്ളൂ. അപ്പൊ അത് ഓടിച്ചാണ് ഞാൻ ഹോട്ടലും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടത്. അതുകൊണ്ട് പിള്ളേർ കളിയാക്കി എന്നെ ഡ്രൈവർ ശംഭു എന്ന് വിളിക്കും. എന്തൊരു ഓർമ്മ. പിന്നെ അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇവനെ കാണുന്നത്. അളിയോ, ഞാൻ നിന്നോട് പറയാൻ മറന്നു, ക്ഷമിക്കണം. ഞാൻ അമേരിക്കയിൽ പോയി, അമേരിക്കയിൽ നിന്ന് വന്നു. നിന്നെ കണ്ടുകൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണു പറയുന്നു. ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. നീ ഇവിടെ എങ്ങനെ വന്നു? അളയാ, എനിക്കും ശരിയാവില്ല. നീ വാ. ആവൂല്ലെന്ന് മാത്രമല്ല, പലതും വെളിയിലാവും. അതെന്താ? സന്തോഷം കണ്ട് ഓവർ എക്സൈറ്റഡ് ആയി. ഈ ഓവർ എക്സസൈസ് ആയിട്ട് ഹാർട്ട് തകരാറാക്കരുത്. ഓപ്പറേഷൻ ഓപ്പറേഷൻ? നിനക്ക് അങ്കിൾ, ചേട്ടാ, അരുണ, ഞങ്ങൾക്ക് പരസ്പരം പലതും സംസാരിക്കാനുണ്ട്. ഉണ്ടാവും. പഴയ സ്നേഹന്മാർ നമുക്ക് കാണും, പലതും പറയാം. ഇതിലെന്തോ ഒരു കൊനിഷ്ടുണ്ടല്ലോ.